ഓം ശാന്തി. എൻ്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എന്നിട്ടൊന്നും എനിക്ക് ആ ഓർമ്മ അങ്ങോട്ട് കിട്ടണില്ല. പിന്നെ അതിനെന്തെങ്കിലും അഫർമേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേരായി ചോദിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചായിരിക്കണം ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിലും അതല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടി PSC അറ്റൻഡ് ചെയ്ത് നല്ലൊരു ജോലിക്കാരനാവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന മോഹത്തോടെ പഠിക്കുന്നതായിരിക്കുന്ന എൻ്റെ അനിയന്മാരോ അനിയത്തിമാരാണെങ്കിലും ജീവിതത്തിൽ കുറച്ച് കാലം അങ്ങ് മുന്നോട്ട് പോയിട്ട് കാര്യങ്ങളിലെ അധികത കൊണ്ട് മനസ്സിനുള്ള ഫയലുകളുടെ എണ്ണം കൂടുമ്പോൾ ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് എവിടെ വെച്ചു, എന്ത് വെച്ചു എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയുന്ന എൻ്റെ സഹോദരങ്ങൾക്കാണെങ്കിലും, എനിക്ക് വയസ്സായതുകൊണ്ട് ഒന്നും ഓർത്തെടുക്കാനേ ആവുന്നില്ലല്ലോ എന്ന് പരാതി പറയുന്ന മുത്തശ്ശിമാർക്കാണെങ്കിലും ഞാൻ ആബാലവൃന്ദം ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു പ്രോഗ്രാം ഇന്ന് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറയുകയാണ്, ഇതിൻ്റെ അവസാനത്തിൽ പറയുന്ന കമൻട്രി മെഡിറ്റേഷൻ നിങ്ങൾ കേൾക്കണം. അതുപ്രകാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മശക്തി കൂട്ടാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം നമുക്കറിയേണ്ടത്, എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠിച്ചാൽ മറന്നു പോകുന്നത്? വിദ്യാർത്ഥികൾ പഠിക്കുന്നത് മറക്കുന്നതിൻ്റെ കാരണം അവരുടെ മനസ്സിലെ ഫയലുകളുടെ എണ്ണം കൂടിയിട്ടല്ല, അവർക്കുണ്ടാവുന്ന സ്ട്രെസ് കൊണ്ടാണ്. സ്ട്രെസ് പല കാരണങ്ങൾ കൊണ്ട്. ജോലിക്കാരാണെങ്കിൽ അവരുടെ കാര്യത്തിലെ പെർഫോമൻസിനെ കുറിച്ച് അഥവാ അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളുടെ അധികതയെക്കുറിച്ചുള്ള സ്ട്രെസ് കൊണ്ടായിരിക്കാം. വാർദ്ധക്യം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലിയും അതിനെ എഫക്റ്റ് ചെയ്യും. സാധാരണ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഗോൾഡിൻ്റെ അളവ് കുറയും, കാൽഷ്യം ഡെപ്പോസിറ്റ്സ് അവിടെ വരാൻ തുടങ്ങും. അതുകൊണ്ടും നമ്മുടെ ഓർമ്മശക്തി കുറയാൻ തുടങ്ങും. ടെൻഷൻ ടു മച്ച് ആവുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് നടക്കുന്ന സംഘർഷങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് അഥവാ എന്ത് എവിടെ വെച്ചു, ഞാനിവിടെ ഇപ്പോൾ ഓർത്തിട്ട് വെക്കണം വിചാരിച്ചേ ഉള്ളൂ, ഓർക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാൻ കാരണം ഓരോരുത്തരെ സ്ട്രെസ്സിൻ്റെ ഓരോ തലങ്ങളിൽ അത് അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അമ്മമാർ പറയാറുണ്ട്, ഗ്യാസ് ഓണാക്കിയിട്ട് ഓഫ് ചെയ്യാൻ മറന്നുപോയി, അടുപ്പത്ത് വെച്ച സാധനം മറന്നുപോയി, കരിഞ്ഞുപോയി. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചുള്ള ഒരു അവെയർനെസ്സിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെയും വേറൊരു കാരണം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സാണ്. അതുകൊണ്ട് സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ബെസ്റ്റ് മെത്തേഡാണ് മെഡിറ്റേഷൻ. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ രാവിലെ ഉണർന്ന സമയം, ജീവിതത്തിൽ നമുക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം കുഞ്ഞുടുപ്പാവാം, ഇച്ചിരി വലിയ ഉടുപ്പാവാം, അല്ലെങ്കിൽ യുവാവിൻ്റെ ഉടുപ്പാവാം, പിന്നെ പതുക്കെ മധ്യവയസ്കയാവാം, വൃദ്ധനാവാം. ഇത് ഉടുപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ഉടുപ്പിനെ ബാധിക്കുന്നതിനനുസരിച്ച് പല ഘടകങ്ങൾ കൊണ്ട് പല രീതികളിൽ എല്ലാ മനുഷ്യന്മാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാളിനെ മൂർച്ച വെപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുക. ഒരു കട്ടിങ് മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ സ്ട്രോങ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ബ്ലേഡ് മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് മാറ്റി വേറൊരു ബ്ലേഡ് ആ മെഷീൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യും. അപ്പോഴാണ് അതേപോലെ ഷാർപ്പായി നമുക്ക് മുറിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന ബ്ലേഡ് ഇടയ്ക്കിടയ്ക്ക് മുറിച്ചാക്കാൻ, അതേതാ ബ്ലേഡ്? നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലെ മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ചിന്താശക്തിയാണ്, ബുദ്ധി എന്ന് പറയുന്നത് നിർണയശക്തിയാണ്, സംസ്കാരം എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്ത ശേഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ടുള്ള പ്രഭാവമാണ്. ഇത് ആത്മാവിൻ്റെ 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കർമ്മം ചെയ്ത് റെക്കോർഡായി പോയ ഫയൽ കൊണ്ട് മൂർച്ച കുറയുമ്പോഴാണ് ഈ ഓർമ്മശക്തി നമുക്ക് കുറയുന്നത്. അഥവാ സ്ട്രെസ്സിന് അനുഭവമാവുന്ന സമയത്ത് അതിൻ്റെ പല്ലുകളിലെ ഷാർപ്പ്നെസ് തന്നെത്താൻ പോവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മുറിക്കാനായിട്ട് പറ്റാത്തത്, വേണ്ട രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളെ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ചെയ്യാനുള്ള മെഡിറ്റേഷനാണ് ഞാൻ ആദ്യമേ പറയുകയാണ്. അരമണിക്കൂർ സമയം രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കാമെങ്കിൽ ജീവിതത്തിൽ ആരോഗ്യം, ധനം, ജനം, ഒപ്പം മനസ്സ് ശക്തിശാലിയാക്കാൻ, ജനം അഥവാ സംബന്ധ സമ്പർക്കത്തിൽ ബന്ധുമിത്രാദികളോട് നിങ്ങൾ ഇടപഴകുന്നവരോടൊക്കെ നല്ല പെരുമാറ്റം കാഴ്ചവെക്കാൻ, ആരോഗ്യത്തെ നന്നായി കൊണ്ടു നടക്കാൻ, ശക്തിശാലിയായിട്ടൊരു മനസ്സിൻ്റെ ഉടമയാവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മാജിക്കാണ് മെഡിറ്റേഷൻ. ഏതെങ്കിലും രീതിയിൽ മെഡിറ്റേഷൻ നിങ്ങളൊക്കെ സ്വന്തമാക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇനി മെഡിറ്റേഷനിലും നമ്മൾ എങ്ങനെ ചെയ്യണം? ഇനി നിങ്ങൾക്ക് അവിടെ ഒന്നും പോയി പഠിക്കാൻ പറ്റില്ലെങ്കിൽ
ഒരുപാട് ഇന്നത്തെ ലോകത്തെ ഇതുപോലെ ചാനലിലൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതെങ്കിലും സ്വന്താക്കണം. കുറച്ച് സമയം നമ്മുടെ മഴു മൂർച്ച വെപ്പിക്കാൻ, ബ്ലേഡ് ഷാർപ്പാക്കാൻ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ, ബുദ്ധിയെ ഷാർപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി മറ്റൊന്നും അറിയാത്തവർ നമ്മൾ രാജയോഗ മെഡിറ്റേഷനെ കുറിച്ച്, ശക്തിശാലിയായിരിക്കുന്ന ധ്യാനത്തിനെ കുറിച്ചൊക്കെ ഈ ചാനലിൽ തന്നെ പ്രോഗ്രാംസ് ഇട്ടിട്ടുണ്ട്. അതേതെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട ഊർജ്ജത്തിൻ്റെ മെത്തേഡിനെ സ്വന്താക്കണം. പിന്നെ ആ മെഡിറ്റേഷൻ്റെ മെത്തേഡിൽ എന്ത് നമ്മൾ കൂട്ടിച്ചേർക്കണം അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏത് തോട്ട് ക്രിയേറ്റ് ചെയ്യണം, ഏത് അഫർമേഷൻ ചെയ്യണം, ഏത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ബുദ്ധിവാന്മാരുടെ ബുദ്ധി ഭഗവാനാണ്. ഈ ലോകത്തെ എല്ലാ ജീവാത്മാക്കൾക്കും ബുദ്ധി എന്ന ദാനത്തെ പ്രദാനം ചെയ്യുന്ന ആ ബുദ്ധിവാന്മാരുടെ ബുദ്ധിയായ പരമാത്മാവുമായി സംഘത്തിലുള്ള നമ്മൾ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ മക്കളാണ്. അതുകൊണ്ട് ആദ്യം വിചാരിക്കുക, ഭഗവാൻ ബുദ്ധിവാന്മാരുടെ ബുദ്ധിവാനാണ്, ആ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ആ ബുദ്ധി എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഒന്നുകൂടെ പറയുകയാണ്, ബുദ്ധിവാന്മാരുടെ ബുദ്ധിയാണ് ഭഗവാൻ, ആ ബുദ്ധിവാനായ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ, ആ ഭഗവാന്റെ കുട്ടിയായ എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിവാനാണ്. ആദ്യം ഈ പറഞ്ഞ കാര്യത്തെ മനസ്സിൽ 5 10 എത്ര തവണ പറ്റുമോ അത്ര തവണ ആവർത്തിച്ച് പറയൂ. വേറെ ഒരു മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കാമായിട്ടൊരു സ്ഥലത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ സ്വയം തന്നെ തോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഭഗവാൻ ബുദ്ധിവാന്മാരുടെ ബുദ്ധിവാനാണ്, ആ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ, ബുദ്ധി എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. എന്നിട്ട് അടുത്തത് ക്രിയേറ്റ് ചെയ്യുക. 2 കൈകളെയും നിങ്ങൾ ഈ തരത്തിൽ ഈ കാണുന്ന രീതിയിൽ പിടിച്ചേക്കുക. ഞാൻ ബുദ്ധിവാനാണ്, ഞാൻ ബുദ്ധിവാനാണ്, ഞാൻ ബുദ്ധിവാനാണ്. കൈ രണ്ടും കൂട്ടിത്തിരുമ്പോൾ അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കൈകളെ വെച്ചുകൊണ്ട് തോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ബുദ്ധിവാനാണ്, ഞാൻ ബുദ്ധിവാനാണ്, ഞാൻ ബുദ്ധിവാനാണ്. ആത്മാവായ എൻ്റെ സഹയോഗിയാണ് നീ ബ്രെയിൻ, നീ എൻ്റെ കൂടെ എപ്പോഴും നന്നായി പ്രവർത്തിക്കണം. വീണ്ടും വരിക, വീണ്ടും ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ബുദ്ധിവാനാണ്, ഞാൻ ബുദ്ധിവാനാണ്, ഞാൻ ബുദ്ധിവാനാണ്. കൈകളെ കൂട്ടിത്തിരുമ്പോൾ വീണ്ടും തലയിൽ വയ്ക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഈ രീതിയിൽ 7 തവണ ഒരു പ്രാവശ്യം രാവിലെ എണീക്കുമ്പോൾ, പകൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത്, രാത്രി ഉറങ്ങും മുന്നേ. ഈ തോട്ട് എന്നെക്കൊണ്ടൊരു ബുദ്ധിയില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയേ ബുദ്ധിയുള്ളൂ, അയ്യോ എന്നെക്കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ബുദ്ധി ഷാർപ്പാവും തോറും മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് ഏറ്റെടുക്കാൻ അതിന് സാധിക്കും. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ നിയന്ത്രിക്കാൻ അതിന് സാധിക്കും. ഓർമ്മശക്തിയെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ സപ്പോസ് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഉണ്ട് എങ്കിൽ, ഏജ്ഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ പോയതാണെങ്കിൽ, ഈ ഒരു തോട്ട് എനർജി നമ്മുടെ ബ്രെയിനിനെ ക്ലീൻ ചെയ്യും, അവിടുത്തെ ഗോൾഡിൻ്റെ അളവ് കൂട്ടും, കാൽഷ്യം ഡെപ്പോസിറ്റ്സിനെ മെൽറ്റ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഏതൊരാളും ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കുന്ന ഊർജം ഒന്നാണ്. നോക്കൂ, നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഫാനാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൈറ്റാക്കുന്നു, അതല്ലെങ്കിൽ അതിനെ AC ആക്കുന്നു, എന്തും ആക്കുന്നില്ലേ? അതുപോലെ ഈ ഊർജത്തെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഫീൽഡിലും നിങ്ങൾക്കിതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.